അതുപോലെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായിക്കുമെതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ഇ ഡി റെയ്ഡിനെ കാണേണ്ടത്. ഇ ഡി റെയ്ഡിനുള്ള ഇപ്പോഴത്തെ ന്യായീകരണം കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ CMRലും മറ്റും നൽകിയ ഹർജി അത് തള്ളിക്കൊണ്ടാണ് ഇത് സംബന്ധിച്ച അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള ഒരു ആയുധമാണ്. അവർക്ക് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡുകൾ നടക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. പിണറായിയുടെ മകൾ വീണ നടത്തിയൊരു സോഫ്റ്റ്വെയർ കമ്പനി CMRL നൽകിയ സേവനത്തിന് അവർ മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയും അന്വേഷണം നടത്തുന്ന SFIU അന്വേഷണം നടത്തുന്ന സ്ഥിതിയും എല്ലാം ഉണ്ടായത് നിങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് സഖാവ് പിണറായിയുടെ മകൾ വീണ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു പോരുകയായിരുന്നു. അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്ന വീണ വിജയൻ്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഇത്രയധികം തിരുവനന്തപുരത്തും മറ്റ് കേന്ദ്രങ്ങളിലും ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൂഢമായ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾ വേണ്ടത്ര ഓർമ്മിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ളതുമായൊരു കാര്യമുണ്ട്. CMRലിൻ്റെ അവിടെ അവരിൽ നിന്നും കിട്ടിയ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും സേവനം വീണ വിജയൻ CMRൽ നൽകിയതുപോലുള്ള എന്തെങ്കിലും സേവനം നൽകാതെ വൻ തുകകൾ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ പലരും കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ കൈപ്പറ്റിയ കൂട്ടത്തിൽ പെടുന്ന 2 പ്രമുഖ നേതാക്കന്മാർ ഇപ്പോൾ കേരളത്തിലെ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരാണ്. 2 പേരെങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, അത് കൂടുതലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായി അന്വേഷിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ അതാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ നീക്കത്തിലൂടെ CPIMനെയോ പിണറായി വിജയനെയോ ബുദ്ധിമുട്ടിക്കാം, ഭയപ്പെടുത്താം എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് CPIMനെയോ പിണറായി വിജയനെയോ അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീകരമായ മർദ്ദനത്തിന് വിധേയനായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അപ്പോൾ MLA ആണ്, ചെറുപ്പക്കാരനായ MLA ആണ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല ദുരാരോപണങ്ങളും, വിദേശ ചാരന്മാരാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIMനെ വേട്ടയാടാൻ കോൺഗ്രസ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇപ്പോൾ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഭീഷണിപ്പെടുത്തി പാർട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിയായിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് കേജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി സിസോദിയെയും പിടിച്ച് ജയിലിലിട്ടു ദീർഘകാലം. ഇപ്പോൾ വിചാരണ കോടതി ആ കേസ് തള്ളിയിരിക്കുകയാണ്, അവരെ എക്സോണറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണോ അവരെ പിടിച്ച് ജയിലിലിട്ടത്
അതിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പിന്നെ പാർട്ടികളെ വിലയ്ക്ക് വാങ്ങുകയും പിളർക്കുകയും ഒക്കെ ചെയ്യുന്ന BJPയുടെ നയങ്ങളെക്കുറിച്ച് അറിഞ്ഞു ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ കോൺഗ്രസും UDFും എന്തുകൊണ്ട് പിണറായിയെ മാത്രം തൊടുന്നില്ല എന്നുള്ള തരത്തിൽ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ. ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുമ്പോൾ അവർ സംതൃപ്തരായിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. അല്ല, കോൺഗ്രസിൻ്റെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാത്ത പ്രമുഖ നേതാക്കന്മാരാരുമില്ല. പിന്നെ കേരളത്തിലുള്ള നേതാക്കന്മാരുടെ കാര്യം പറയണ്ടല്ലോ. ഞാനീ പറഞ്ഞതാണ്, UDFിന് ഇതിൽ സന്തോഷമുണ്ടോ എന്നുള്ള ചോദ്യമാണ്, ചോദ്യ ചിഹ്നമാണ് ട്വീറ്റിലുള്ളത്.